Talk. Let's tune into the world of technology. ടെക്ടോക്കിൽ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു റെയ്സ് കൂടാട്ട്. രണ്ടാം ഭാഗം. പറഞ്ഞു വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് ഈ സൊസൈറ്റിയും ഈ മോഡേണൈസേഷനും ഈ ജെൻസൺ കാറ്റഗറിയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനലി നമ്മൾ എത്തി നിൽക്കുന്ന ഈ സൊസൈറ്റി എന്ന് പറയുന്നത് അപ് ടു ഒരു 30 അല്ലെങ്കിൽ അപ് ടു ഒരു 25 നിൽക്കുന്ന ഈ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന കുട്ടി, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇവരാണ് ഒരു പർച്ചേസിലേക്ക് പോകുമ്പോൾ ഒരു ഫൈനൽ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ഈ കാറ്റഗറിയാണ്. നമ്മൾ ഏത് ഹോട്ടലിൽ കയറണം, കുട്ടികളെ അഭിപ്രായം ചോദിക്കണം. ഞാൻ പറയുന്ന ഒരു അപ് ടു 25 വരുന്ന ആളുകൾ അഭിപ്രായം ചോദിക്കും അല്ലേ. അവർക്കാണ് അറിയുന്നത് എവിടെയാണ് നല്ല ഫുഡ് കിട്ടുക എന്നുള്ളത്. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണം, നല്ല വൈബുള്ള സ്ഥലം എവിടെയാണെന്നുള്ളത് ഇവർക്കാണ് അറിയാവുന്നത്. ഏത് ട്രെൻഡ് ഡ്രസ്സ് ഇടണം എന്ന് തീരുമാനിക്കുന്ന അഭിപ്രായം ചോദിക്കുന്നത് ഈ കാറ്റഗറിയിലാണ്. ഏത് ബ്രാൻഡിൻ്റെ TV വാങ്ങണം, ഏത് ബ്രാൻഡിൻ്റെ AC വാങ്ങിക്കണം, ഏത് ഫോണ് വാങ്ങിക്കണം അല്ലേ, ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ഈ ജെൻസി കാറ്റഗറിയാണ്. അപ്പോൾ പൊതുവിൽ പറയാറുണ്ട്, ഈ ജെൻസി കാറ്റഗറിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അഡ്വർടൈസ്മെൻറ്റും ഇനി വരാൻ പോകുന്ന ഈ മാർക്കറ്റിംഗ് സക്സസ് ആകാൻ പോകുന്നില്ല. കാരണം ഇവരെ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ആരെയാണ് നമ്മൾ പരിഗണിക്കുന്നത്? നമ്മൾ സൊസൈറ്റി ഈ പഠനങ്ങൾ പറയുന്നത് പോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള, കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ ഇത് ചെയ്യുന്നു. ആര് ചെയ്യുന്നു? അതും മെജോറിറ്റി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസും സ്ട്രാറ്റജിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ ജെൻസൺ കാറ്റഗറിയാണ്. അപ്പോൾ തന്നെ ഏകദേശം ഈ സൊസൈറ്റിയുടെ എന്താണ് ഈ വെർച്വൽ ക്ലാസ് സൊസൈറ്റി എന്നുള്ളതും എന്താണ് ഈ അഡ്വർടൈസ്മെൻറ്റിൽ വരാൻ പോകുന്ന മാറ്റം എന്നുള്ളതും വളരെ കൃത്യമായിട്ട്, വളരെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് അവിടെയാണല്ലോ ഓൾറെഡി ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണ്. ശരിക്കും എന്താണ് സൊസൈറ്റി? ശരിക്കും ഈ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിൽ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അവയർനെസ് കൊടുക്കുന്നത്. എന്ത് വാങ്ങണം, എങ്ങനെ വാങ്ങണം, ഏത് സമയത്ത് വാങ്ങിക്കണം, എപ്പോഴാണ് ഓഫർ ഉണ്ടാവുന്നത്, ഇതൊക്കെ വരുന്നത് ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഈ കമ്മ്യൂണിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യത എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ആകത്തുക അതാണ്. ഒരു പ്രീ കൊറോണയും പോസ്റ്റ് കൊറോണയും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജിയോ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം, ജിയോ വന്നതിന് ശേഷമുള്ളൊരു കാലഘട്ടം ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു പ്രാധാന്യം ശരിക്ക് നമുക്ക് വളരെ വിസിബിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും എങ്ങനെയാണെന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു വെർച്വൽ ക്ലാസ്സിലേക്ക്, ഒരു വെർച്വൽ സൊസൈറ്റിയിലേക്ക് നമ്മൾ കുടിയേറി. സൊസൈറ്റി ടോട്ടലി വെർച്വൽ സൊസൈറ്റിയിലേക്ക് കുടിയേറുമ്പോൾ നമ്മളുടെ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ വെർച്വൽ ക്ലാസ്സിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കമ്പനികളുടെയും പ്രൊഡക്റ്റുകളുടെയും സർവീസുകളുടെയും എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്മളുടെ ഈ ആറഞ്ച് സ്ക്രീനിനുള്ളിലേക്ക് കൊണ്ടുവന്ന് തരേണ്ടി വരും സ്വാഭാവികമായിട്ട്. കാരണം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ ഫോണുണ്ട്, നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ബസ്സിൽ നമ്മുടെ അടുത്ത് ഫോണുണ്ട് അല്ലേ. നമ്മൾ എവിടെയാണെങ്കിലും നമ്മളുടെ കയ്യിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് വെർച്വലിലാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ കൂട്ടം കൂടി ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചാറ്റ് ചെയ്യുന്നത് വിദേശത്തുള്ള ആളായിട്ടായിരിക്കും. നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാതെ നമ്മൾ അകലെ നിൽക്കുന്ന ആൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളായിട്ട് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ടോട്ടലി അല്ലെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് മാറുന്നു. കാരണം ആളുകളുടെ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ അവരുടെ സർവീസിനെയോ ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇനി നമ്മൾ ഈ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു അപ് ടു 30 വരെ വരുന്ന അല്ലെങ്കിൽ അപ് ടു 35 വരെ വരുന്ന ആളുകളിലേക്ക് ബ്രാൻഡിൻ്റെ അവയർനെസ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഒരു സെയിൽസിൻ്റെ അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ അല്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇവിടെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വളർച്ച നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരും എന്ത് ചെയ്യുന്നു, അവരുടെ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ കമ്പനിയെയോ ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികളെ സമീപിക്കുന്നുണ്ട്, ഏജൻസികളെ സമീപിക്കുന്നു. ടെക്കോറിസ് പോലുള്ള ഏജൻസിയെ ഇത്തരം ബ്രാൻഡുകളുടെ ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് തരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മന്ത്ലി ഒരു പേയ്മെൻറ്റ് ഉണ്ടാവും അല്ലേ, അവരുടെ മാർക്കറ്റ് ചെയ്യുന്നതിന് സ്വന്തമായിട്ട് പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോഴാണ് കമ്പനികൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനികൾ ആലോചിക്കുന്നത് ഇത് ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് പോവാണ് അല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട്, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കച്ചവടക്കാർ മുതൽ
അത്രയും ഹൈ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായി വരികയാണ്. അപ്പോൾ അവർ ടോട്ടലി അവരുടെ ബിസിനസ്സിൻ്റെ മാർക്കറ്റിങ്ങിൽ നല്ലൊരു പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വേണം, ടെക്നീഷ്യൻസ് വേണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്ന ആളുകൾ വേണം, ആ മാർക്കറ്റിംഗ് ചെയ്യുന്ന അതിൻ്റെ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണം. അപ്പോൾ അവിടെയാണ് നമ്മൾ റീസെൻ്റ്ലി കാണുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ പോലും നമുക്ക് കാണുന്നത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ബിസിനസ്സുകാർ പോലും കമ്പനിയുടെ ഇൻഹൗസിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റർ എന്നൊരു പോസ്റ്റിലേക്ക് ആളുകൾ ഹയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ സെയിൽസ് സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത് പോലെ, റിസപ്ഷനിസ്റ്റിനെ ഹയർ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അക്കൗണ്ടൻസിനെ ഹയർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഹയർ ചെയ്യാം. എന്നിട്ട് സ്വന്തമായിട്ട് കമ്പനിയുടെ ഉള്ളിൽ തന്നെ അവർ ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രസൻസ് കൂട്ടണം. ഇവിടെയാണ് ശരിക്ക് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പെട്ടെന്ന് പണി കിട്ടുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളെ മാർക്കറ്റിൽ അത്രയും ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റിനെ ബാലൻസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ 2 കാര്യങ്ങളാണ്. അതിന് ഡിമാൻഡും സപ്ലൈ ആണ് ശരിക്കും. ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ സപ്ലൈ കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഡിമാൻഡ് കൂടുതലാണ്, വിച്ച് മീൻസ് സപ്ലൈ കുറവാണ്, ഇത് പഠിച്ചിറങ്ങുന്ന ആളുകൾ കുറവാണ്, അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുന്നു. ഇതിനൊരു ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്, പഠിക്കുന്ന ആളുകൾക്ക് പണി കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിക്കും ഒരു ഭയങ്കരമായ ചേഞ്ചിലേക്ക് ഇത് പോയിട്ടുണ്ട്. നമ്മൾ +2 കഴിയുക, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുക, ഡിഗ്രിക്ക് ശേഷം PG അല്ലെങ്കിൽ MPhil PhD എന്നുള്ള ഒരു പാറ്റേണിൽ നിന്ന് മാറിയിട്ട് ഫിനാൻഷ്യലി പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു പ്രവണതയിലേക്ക് ഈ ജെൻസി കാറ്റഗറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഓബിയസ്ലി അതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതിനൊരു ഇൻഡെപ്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും. ആളുകൾ പെട്ടെന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. ഫിനാൻഷ്യലി പെട്ടെന്ന് ആളുകൾ സ്റ്റേബിൾ ആവും. ഫിനാൻഷ്യലി പെട്ടെന്ന് സ്റ്റേബിൾ ആവുമ്പോൾ ഉണ്ടാവുന്ന അതിനൊരു വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ ഒരു സിസ്റ്റത്തെ ഇത് വല്ലാതെ തകർത്ത് കളയുന്നുണ്ട്. ശരിക്ക് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നമുക്ക് കൂടുതലും വരുന്ന ആളുകൾ +2 കഴിഞ്ഞിട്ട് ഈ കോഴ്സ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്. +2 കഴിഞ്ഞിട്ട് ഈ കോഴ്സ് ചെയ്യുമ്പോൾ ഒരു 3 മന്ത് കോഴ്സോ മറ്റൊക്കെ ചെയ്തില്ല 2 മന്ത് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലിയിലേക്ക് കയറും. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് ആൾ നിർത്തുകയാണ്. ശരിക്കും 10ാം ക്ലാസ് വരെ ഒരു പുസ്തകപ്പുഴുവായിട്ടോ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി മാത്രം പഠിച്ച് പോരുന്നൊരു സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു +2 ഒക്കെ ആകുമ്പോഴാണ് ഒരു +2 കോളേജ് തലത്തിലേക്ക് എത്തുമ്പോഴേക്കാണ് സ്വന്തമായി ചിന്തിക്കാനും അല്ലേ, സ്വന്തമായിട്ട് വായന തുടങ്ങുന്നു, പുസ്തകം ആ രീതിയിൽ റിസർച്ച് ചെയ്തൊക്കെ പഠിച്ചിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഒരു കരിയർ സെറ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് +2 അല്ലെങ്കിൽ +2നൊക്കെ ശേഷം. യഥാർത്ഥത്തിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ ഈ കുട്ടി എന്ത് ചെയ്യാണ്, സ്വന്തമായിട്ട് ഒരു ജോലി എടുക്കുന്ന ആളായിട്ട് മാറുമ്പോൾ അത് അയാളുടെ ഒരു ലൈഫിൽ ഉണ്ടാക്കുന്നൊരു മാറ്റം. പക്ഷേ ഒരു സൈക്കോളജിക്കലി പല പ്രശ്നങ്ങളും അതിൽ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും സൊസൈറ്റിയിൽ ഇത് പ്രകടമായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ഇപ്പോൾ ഒരു നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ശരിക്കും ഇതിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ ക്രൈമിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഒരു ഏജ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഏജ് കാറ്റഗറി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സൊസൈറ്റിയും നമ്മളുടെ ഈ ഒരു ലീഗൽ സിസ്റ്റം വളരെ വിജിലൻ്റ് ആയിട്ട് പോകുന്നതിൻ്റെ റീസൺ അതുകൊണ്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ശരിക്ക് മാർക്കറ്റിംഗ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലാണ് പ്രധാനമായിട്ടും നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. കുട്ടികൾ പ്രധാനമായിട്ടും പഠിക്കുന്നൊരു മേഖലയും സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലാണ് ആളുകൾ കൂടുതൽ എൻഗേജ് ചെയ്യുന്നത് അല്ലേ. ആളുകൾ കൂടുതൽ എൻഗേജ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അറ്റ് എ ടൈം ഒരു കോഴിക്കോടിൻ്റെ ഒരു 30 കിലോമീറ്റർ റേഡിയസ് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാക്സ് ഓഫ് പീപ്പിൾ വെർച്വലി ലാൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെർച്വൽ സൊസൈറ്റിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കോഴിക്കോട് ബീച്ചിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു 3 ഡേയ്സിൽ അവിടെ വന്ന് ഗ്യാദർ ചെയ്യുന്നുണ്ട്. അവിടെ മലബാർ ഗോൾഡും മൈജിയും ഒരുപാട് കമ്പനികൾ പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ DC ബുക്സ് എന്താണ് ശരിക്കും മലബാർ ഗോൾഡിൻ്റെ അടുത്തും മൈജീൻ്റെ അടുത്തും ഒക്കെ പോയിട്ട് പറയുന്നത്? ഇത്തരം കമ്പനികളുമായിട്ട് ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ശരിക്കും ബാർഗെയിൻ ചെയ്യുന്നത് എന്താണ്? ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണാനുണ്ടാവും എന്നുള്ളതാണ് ബാർഗെയിൻ ചെയ്യുന്നത്. ശരിക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ചെയ്യുന്നത് എന്താ? ഇൻസ്റ്റാഗ്രാം പറയുന്നു, മലബാർ ഗോൾഡിൻ്റെ അടുത്ത് പറയുന്നു, ഞങ്ങളുടെ അടുത്ത് കോഴിക്കോടിൻ്റെ 30 കിലോമീറ്റർ റേഡിയസിൽ ഇത്ര ലക്ഷം ആളുകളുണ്ട്, നിങ്ങൾ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം ആളുകളെ ഞങ്ങൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ആളാണോ വേണ്ടത്? ഓക്കെ, ഇതിന് ഇത്ര എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തോ,
ഞങ്ങൾ ലീഡ് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം, അവരെ കോൺടാക്ട് അഡ്രസ്സും മെയിൽ ഐ ഡിയും ഇമെയിൽ ഐ ഡിയും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് തരാം. നിങ്ങൾ കണക്ട് ചെയ്തിട്ട് അവരെ നിങ്ങൾ പ്രൊഡക്റ്റ് വേണോ വേണ്ടിയെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളവരെ വീട്ടിൽ പോകണമെന്നില്ല. നിങ്ങൾ ഡയറക്റ്റ്ലി അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നു, ഇൻട്രസ്റ്റഡ് ആയ ആളുകൾ ഇത് കാണാൻ പോകുന്നു. അങ്ങനെ ഇത്ര രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ട് ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൊക്കേഷൻ വൈസ് ടാർഗറ്റ് ചെയ്യാം, സിപ്പ് കോഡുകൾ വെച്ച് ടാർഗറ്റ് ചെയ്യാം, ഏജ് ഗ്രൂപ്പുകൾ വെച്ച് ടാർഗറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിൽ ജെൻഡർ വെച്ച് ടാർഗറ്റ് ചെയ്യാം. പല രീതിയിൽ കുറച്ചുകൂടെ മൈന്യൂട്ടായിട്ട് ലിങ്ക്ഡിലൊക്കെ പോകുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് എയർടെൽ ആണോ അല്ലെങ്കിൽ ജിയോ ആണോ, ആ രീതിയിൽ കുറച്ച് വളരെ മൈന്യൂട്ടായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഞാൻ എവിടെയും സെർച്ച് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ഇന്നതിൻ്റെ പരസ്യം വരുന്നു അല്ലേ, ഞാൻ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന ആളുകളായിട്ട് നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് വരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏതോ ഒരു ആപ്പിൽ നമ്മൾ അയാളെ നമ്മളുടെ ഫോണിലേക്ക് അയാളെ കയറ്റി ഇരുത്തുമ്പോൾ അയാൾ കുറേ ഡിമാൻഡുകൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ഗാലറി ആക്സസ് ചെയ്യാനുള്ള സംഗതി എനിക്ക് തരണം, നിങ്ങളുടെ മൈക്രോഫോൺ ആക്സസ് ചെയ്യാനുള്ള സംഗതി തരണം, എന്നാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് കയറിയിരിക്കുള്ളൂ, വിച്ച് മീൻ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. ഇത് നമ്മൾ ആക്സസ് കൊടുക്കുക അല്ലേ, നിങ്ങൾ ഗാലറി ആക്സസ് ചെയ്തോ, നിങ്ങൾ മൈക്രോഫോൺ ആക്സസ് ചെയ്തോ, നിങ്ങൾ ക്യാമറ ആക്സസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്സസ് കൊടുക്കുകയാണ് സംഗതി. അപ്പോൾ ആക്സസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഫോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൺ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഈ ഇതിൽ കയറി കൂടിയ ആൾക്ക് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മളെ ടേസ്റ്റ് എന്താണോ, നമ്മൾ എവിടത്തേക്കാണോ യാത്ര ചെയ്യുന്നത്, നമ്മൾ ഇഷ്ടങ്ങൾ എന്താണോ, ആ ബിഹേവിയർ കംപ്ലീറ്റ് ഇയാൾക്ക് എടുക്കാനും ഈ ഡാറ്റ ഇയാളുമായിട്ട് ആരാണോ സിങ്ക് ആയിട്ടുള്ളത്, അത് മെറ്റ ആവാം, ഗൂഗിൾ ആവാം, അല്ലെങ്കിൽ യൂട്യൂബ് ആവാം, ആർക്കാണോ ഈ ഡാറ്റ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് ഈ ഡാറ്റ ഷെയറിങ് വരെ നടക്കുന്നു. ഈ ഒരു എഐയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കിങ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഡാറ്റ തന്നെയാണ്. നമുക്കറിയാം ഡാറ്റയാണ്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡാറ്റകൾക്കാണ്, അത്രയും ഡാറ്റകൾ കൊടുത്താൽ മാത്രമേ ശരിക്കും ഇത്ര എഐക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഏത് രീതിയിലൊക്കെ ചിന്തിക്കുന്നു, അത് മനുഷ്യനായിട്ടുള്ള നിർമ്മാതാവ്. ശരിക്ക് നമ്മൾ പറയാറുണ്ട്, ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേഴ്സസ് ഒരു എന്താ പറയുക, ഒരു മനുഷ്യനുമായിട്ടുള്ള ഒരു സൂപ്പർ ഇൻ്റലിജൻസും ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ആണ് ശരിക്കും നടക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ പണി പോകുമോ എന്ന് പറയുന്നു അല്ലേ. ആളുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പേടി അതാണ്, പണി പോവുമോ അല്ലേ, ഈ എഐ കൂടി വന്നാൽ പണി പോകുമോ എന്നുള്ളതാണ്. ശരിക്കും യഥാർത്ഥത്തിൽ പണി പോകുന്ന ഘട്ടങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് അല്ലേ. 10 ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ ചിലപ്പോൾ 2 ആളുകളെ വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ടെക്നോളജി കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ കമ്പനിയെ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പറ്റും എന്നുള്ളതാണ് ശരിക്ക്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും ഈ ഒരു അവസ്ഥ വരാൻ പോവാണ് ശരിക്ക്. പോസ്റ്റുകൾ സ്കെഡ്യൂൾ ചെയ്യാൻ, അല്ലെങ്കിൽ പോസ്റ്റുകൾ ഉണ്ടാക്കാൻ, കോണ്ടന്റുകൾ ഉണ്ടാക്കാൻ, ഈ രീതിയിൽ ഓട്ടോമേഷൻ സിസ്റ്റങ്ങൾ വരുന്നു. മെറ്റയിൽ പോലും ഓട്ടോമേഷൻ സിസ്റ്റങ്ങൾ വരുന്നു. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഓട്ടോമേഷൻ സിസ്റ്റം വരുമ്പോൾ ആളുകളുടെ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വളരെ കുറഞ്ഞ ആവശ്യ റിക്വയർമെൻറ്റ് മാത്രമേ ഇനി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടെക്നോളജി യുഗത്തിൽ ജീവിക്കുന്നു അല്ലേ. ഒരു ടെക്നീഷ്യനായിട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സും അല്ലെങ്കിൽ ഡെവലപ്പേഴ്സും ഈ പറയുന്ന AI ML ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ പഠിച്ചിറങ്ങുമ്പോഴും ഇവരുടെയും പണി എന്തല്ല, സെക്യൂർ അല്ല എന്നുള്ളതാണ്. ഇവരുടെയും പണി സെക്യൂർ അല്ല. ഇവരുടെ പണി സെക്യൂർ അല്ലാത്ത എന്തുകൊണ്ടാണ്? കാരണം ഇവർ മാർക്കറ്റേഴ്സാണ്, എല്ലാ കമ്പനീനെയും ബ്രാൻഡിനെയും മാർക്കറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം ഇവർക്ക് പോലും ഇവരുടെ പണി സെക്യൂർ ആക്കാൻ പറ്റാത്ത രീതിയിലാണ് ടെക്നോളജിയുടെ വളർച്ച എന്നുള്ളതാണ്. അവിടെയാണ് ശരിക്കും ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ഒരു എന്താണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ശരിക്ക് 2 രീതിയിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണമെങ്കിൽ ഒരു കാറ്റഗറൈസ് ചെയ്യാം. ഒരു ക്ലാസിഫിക്കേഷൻ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് നമ്മൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ 2 രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റർ ആസ് എ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും, മറ്റൊന്ന് ഡിജിറ്റൽ മാർക്കറ്റർ ആസ് എ ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിനെടുക്കുമ്പോൾ, ടെക്നീഷ്യൻ എന്ന് പറയുന്നത് വളരെ യാന്ത്രികമായിട്ട് ഡിസൈനർ കൊടുക്കുന്ന, അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് വീഡിയോ എഡിറ്റേഴ്സ് കൊടുക്കുന്ന ഇതിനെ ഇമേജിനെയോ വീഡിയോസിനെയോ, അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് കൊടുക്കുന്ന, കോണ്ടൻറ്റ് റൈറ്റർ കൊടുക്കുന്ന കോണ്ടൻറ്റിനെയോ ഇവരുടെ പ്ലാറ്റ്ഫോമുകളിൽ ഇട്ടിട്ട് ജസ്റ്റ് മാർക്കറ്റ് ചെയ്യുക, ജസ്റ്റ് പുഷ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഒരു ടെക്നീഷ്യൻ്റെ റോൾ ഉണ്ടാവുള്ളൂ. അയാൾക്ക് അതിലപ്പുറത്തേക്ക് തോട്ട് പ്രോസസ്സിനെ ഡെവലപ്പ് ചെയ്യാനോ സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാനോ ഉള്ള ഒരു ഘട്ടം യഥാർത്ഥത്തിൽ അവിടെ വരുന്നില്ല. വേറാസ് ഡിജിറ്റൽ മാർക്കറ്റ് ആസ് എ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ
അയാളൊരു ഗ്രോത്ത് മാർക്കറ്ററാണ്, അയാളൊരു പെർഫോമൻസ് മാർക്കറ്ററാണ്. അയാളാണ് ആലോചിക്കേണ്ടത് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന അഡ്വർടൈസ്മെൻറ്റ് ആർക്കാണ്, ഇത് കാണുന്ന ആളുടെ ഒരു സൈക്കോളജി ഇയാൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇയാൾ ചെയ്യാൻ പോകുന്ന മാർക്കറ്റിൻ്റെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് ഇയാൾക്ക് ധാരണ വേണം. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ലാൻഡ്സ്കേപ്പിന് അനുസരിച്ച് അതിനൊരു കൾട്ടിനനുസരിച്ച് അവരൊരു സൈക്കോളജി അനുസരിച്ച് കോണ്ടൻറ്റുകൾ ഡെവലപ്പ് ചെയ്യാനും വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാനും ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാനും അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവർ ചിന്തിക്കുന്നതിനനുസരിച്ച് അവരെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് കോണ്ടൻറ്റ് കോപ്പികൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം. യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റർ എങ്ങനെയാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഓർ ഷീ ഷുഡ് ബി എ സ്ട്രാറ്റജിസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. ഒരു സ്ട്രാറ്റജിസ്റ്റ് ആവുക എന്നുള്ളതാണ്. ഞാൻ ഈ സൊസൈറ്റിയുടെ കാര്യം ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ കുറേ പറഞ്ഞു. സൊസൈറ്റി എന്താണ്, ഒരു ഫിസിക്കൽ സൊസൈറ്റി എന്താണ്, ഒരു വെർച്വൽ സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ഈ വെർച്വൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളെ എങ്ങനെയാണ് ഒരു മാറ്റം വരുന്നത്, അവരെങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ സമീപിക്കുന്നത്, അവരെങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ സമീപിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ ആ സൊസൈറ്റിയിൽ നമ്മൾ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ മാറുമ്പോൾ ഇതിൽ വളരെ വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ശരിക്ക് ഡിസിഷൻ മേക്കേഴ്സ് നമ്മൾ ഈ പറയുന്ന ജെൻസെറ്റ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ബില്യനേഴ്സും കിടക്കുന്നത് ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിലാണ് അല്ലേ. അവരുടെ അടുത്താണ് പൈസ ഉള്ളത്. അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. അവരുടെ ഒരു തോട്ട് പ്രോസസ്സിനെയും അവരുടെ സൈക്കോളജിയെയും നമുക്കറിയാതെ, അവരുടെ ഒരു ലാൻഡ്സ്കേപ്പ് അറിയാതെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സക്സസ് ആകാൻ പോകില്ല. അവിടെയാണ് ശരിക്ക് ഇതിനൊരു ഒരു കൺക്ലൂഡിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ സെർട്ടൈൻ തിങ്സ്. അത് AI-ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ നോർമലി പറയാറുണ്ട് 4 C's ഓഫ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയും. ഇത് എസെൻഷ്യൽ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ 4 Cകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. അത് ഏതാണ്ടൊക്കെ ഈ പറയുന്ന ChatGPTയും ബാഡും ഒക്കെ വന്നതിന് ശേഷം അല്ലേ, ഡീപ്സീക്കൊക്കെ വന്നതിന് ശേഷം അത് ഏറെക്കുറെ അത് പോയിട്ടുണ്ട്, ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോഴും ഞാൻ പറയും നമ്മൾ ഒരു ആസ് എ പ്രോംപ്റ്റർ, നല്ലൊരു പ്രോംപ്റ്റർ ആവാതെ ChatGPTക്ക് നമുക്ക് കോണ്ടന്റ് തരാൻ പറ്റില്ല. നമ്മൾ വളരെ ശൂന്യതയിൽ നിന്ന് കഴിഞ്ഞാൽ ChatGPT നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? ഇല്ല. നമ്മൾക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ChatGPTയുമായിട്ട് വളരെ നല്ല രീതിയിൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ റിപ്ലൈ നമുക്ക് കിട്ടുന്നത്. അപ്പോഴും ഈ ഷുഡ് ബി ഒരു നല്ലൊരു ക്രിയേറ്റീവ് കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കണം, നല്ല കൊളാബറേറ്റർ ആയിരിക്കണം അല്ലേ. നമ്മൾ കുറേ റോബോട്ടുകളെ വെച്ചിട്ട് നിങ്ങൾ ഒരു രീതിയിൽ പഠനം നടത്തിയിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് സബ്മിറ്റ് എന്ന് വെച്ചാൽ റോബോട്ടിന് സാധിക്കുമോ? ഇല്ല. അവിടെയും മനുഷ്യൻ ഇരിക്കണം, മനുഷ്യൻ ബ്രെയിൻ സ്റ്റോം ചെയ്യണം അല്ലേ, മനുഷ്യൻ്റെ തല തന്നെ വർക്ക് ചെയ്യണം. പിന്നെ കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ട് വരുന്ന, കമ്മ്യൂണിക്കേഷനാണ്. ഇതേപോലെ തന്നെയാണ് റോബോട്ടിൻ്റെ കേസിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നമ്മൾ ഇപ്പോൾ പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുത്തൊരു കാര്യം മാത്രമാണ് റോബോട്ടിന് സംസാരിക്കാൻ പറ്റുന്നത്. എനിക്കിപ്പോൾ നിങ്ങളിങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വരുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റുഡൻസിൻ്റെയും മുഖത്ത് വരുന്ന ബോഡി ലാംഗ്വേജിനനുസരിച്ച് അല്ലേ, അവരുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ച് ഫേസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ടോപ്പിക്കുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് മനുഷ്യന് മാത്രം സാധിക്കുന്നൊരു കേസാണ് കമ്മ്യൂണിക്കേഷൻ. മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഒരിക്കലും റോബോട്ടിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. മറ്റേത് ക്രിയേറ്റീവ് തോട്ട്സാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരിക്കലും ടെക്നോളജിക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെക്നോളജി ഉണ്ടായിട്ടുള്ളത്. അതായത് ടെക്നോളജി ചിന്തിച്ചുകൊണ്ടല്ല മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വാർ ഉണ്ടാവുകയാണെങ്കിൽ, AI വേഴ്സസ് ഒരു SI സൂപ്പർ ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്ന ഒരു വാർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജയിക്കാൻ പോകുന്നത് മനുഷ്യൻ മാത്രമാണ്. അവിടെ ജയിക്കാൻ പോകുന്നത്. നാലാമത്തത് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് മനുഷ്യൻ ചിന്തിക്കുന്നതാണ് ടെക്നോളജിയുടെ വളർച്ച അല്ലേ. ഒരു പൊതുവെ നമ്മൾ പറയുന്നത് ഗ്രീഡിനെസ്, മനുഷ്യൻ എപ്പോഴും അത്യാഗ്രഹിയാണ് മനുഷ്യൻ. ആ അത്യാഗ്രഹി ആയതുകൊണ്ടാണ് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നത്. ചൊവ്വയിൽ പോയിട്ട് സ്ഥലം വാങ്ങിയിട്ട് താമസിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചൊവ്വയിലേക്ക് ആളുകളെ കയറ്റി അയക്കുമെന്ന് എലോൺ മസ്ക് പറയുന്നത് അല്ലേ. ചീപ്പ് റൈറ്റിന് അവിടത്തേക്ക് ഈ പറയുന്ന പിക്നിക്കും ഇതൊക്കെ നടത്തുമെന്ന് പറയുന്നത് മനുഷ്യൻ അത്യാഗ്രഹി ആയതുകൊണ്ടാണ്. ആ മനുഷ്യൻ ആ ഗ്രീഡിനെസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ടെക്നോളജിയുടെ വളർച്ച ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഈ മാർക്കറ്റിംഗ് ഫസ്റ്റ് ബി എ മാർക്കറ്റർ എന്നാണ് പറയുക. നമ്മൾ മാർക്കറ്റർ ആവുക, മാർക്കറ്റിംഗാണ് ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് ഡിജിറ്റലിലേക്ക് ഈ മാർക്കറ്റിംഗ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൊസൈറ്റിയിലെ തന്നെ ഞാൻ വട്ടമിട്ട് പറക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഈ മാർക്കറ്റ് ചെയ്യുന്ന സാധനങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സൊസൈറ്റി വെർച്വലിലേക്ക് മാറുമ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും. അതിൻ്റെ പ്രിഫിക്സിൽ ഒരു ഡിജിറ്റൽ ചേർക്കുന്നു എന്നുള്ളത് മാത്രം. ബേസിക്കലി വി ആർ ഡൂയിങ് മാർക്കറ്റിംഗ്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു ടേമിലേക്ക് നമ്മൾ മാറുന്നത്, ഒരു പാറ്റേണിലേക്ക് നമ്മൾ മാറുന്നത് സൊസൈറ്റി റാപ്പിഡ്ലി ചേഞ്ചിങ് ടു
വെർച്വൽ സൊസൈറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇത്ര പെട്ടെന്ന് വളർച്ച സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടോട്ടലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു വളർച്ചയും അതിലേക്കുള്ള ഒരു ജോബ് സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ഇത്തരം ഇതിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം കോഴ്സ് ചെയ്തിട്ട് ഒരു കരിയർ സെറ്റ് ചെയ്യുന്നതിലപ്പുറത്തേക്ക് ഇതിൽ കുറച്ചുകൂടെ ഡെപ്തായിട്ട് ഒരു ടെക്നിക്കൽ നോളജ് മാത്രം ഉണ്ടായാൽ പോരെ ഇതിന്. ശരിക്കും ഞാൻ ഈ പറയുന്നത് പോലെ സൊസൈറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ തിയറികളും അതിൻ്റെ സ്ട്രാറ്റജികളും വളരെ കൃത്യമായിട്ട് പഠിച്ച അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അത് ഡാറ്റ അനലിസ്റ്റിക്സും അതേപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സ്ട്രാറ്റജികളൊക്കെ കംപ്ലീറ്റ്ലി ഒരു ലോങ് ടേം കോഴ്സ് പഠിച്ചിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കരിയർ ഉണ്ടാവും. ഇൻ ഫ്യൂച്ചർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു ഇൻഡസ്ട്രിയെയും ഏതൊരു മാർക്കറ്റിനെയും ബാലൻസ് ചെയ്യുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഇതിന് സപ്ലൈ കൂടുന്നുണ്ട്. ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ മാത്രം ഒരുപക്ഷെ ഒരു 80,000 ആളുകൾ ഒരുപക്ഷെ ഡിഗ്രി പ്ലസ് ടു കഴിയുന്ന ആളുകളുണ്ടാവും ഈ വർഷം മാത്രം. അവരിലൊരു 30 to 40% ആളുകൾ ഈ പറയുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷനൊക്കെ വേണ്ടി വരികയാണ്. നമുക്കറിയാലോ, നമ്മളുടെ ഈ കോഴ്സിന് വേണ്ടി എൻക്വയറി ചെയ്യുന്ന ആളുകൾ പ്ലസ് ടു ഡിഗ്രി ഇന്ന് കൂടുതൽ ആളുകളാണ്. വ്യത്യസ്ത ഡിസിപ്ലിനറിയിൽ നിന്നാണ് ആളുകൾ വരുന്നത്. ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സായിട്ട് ഇത് മാറിയിട്ടുണ്ട്. സോഷ്യോളജിക്കാർ വരുന്നു, BRBക്കാർ വരുന്നു, ഇംഗ്ലീഷുകാർ വരുന്നു, ഫിലോസഫിക്കാർ വരുന്നു, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഡോക്ടേഴ്സ് പഠിച്ചു പോകുന്നു. പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡിമാൻഡ് ഇപ്പോൾ ഉണ്ടെങ്കിൽ കൂടെ സപ്ലൈ കൂടുന്നുണ്ട്. കുട്ടികൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ സപ്ലൈ കൂടുമ്പോൾ ഒബ്വിയസ്ലി ഡിമാൻഡ് കുറയും. ഏതിനും സംഭവിക്കുന്ന പോലെ. പിന്നെ ആരാണ് ഇത് സെലക്റ്റീവ് ആവും. പിന്നീട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ സെലക്റ്റീവ് ആവും. പിന്നെ ആരാണ് ഇതിൽ സെലക്ട് ചെയ്യുക? അവിടെയാണ് നമ്മളുടെ ഇനി വരുന്ന ഇതിലേക്ക് ഇത് കേൾക്കുന്ന ഈ എപ്പിസോഡ് കേൾക്കുന്ന ഏതെങ്കിലും ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൂസിയാസ്റ്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു നല്ലൊരു ആളാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഇതിൻ്റെ ഒരു ഡീപ്പ് സെൻസിലുള്ള കോഴ്സിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഈ ഇൻഡസ്ട്രി ഈ പറഞ്ഞതുപോലെ സപ്ലൈ കൂടി വരുന്നുണ്ട്, ഡിമാൻഡ് കുറയാൻ സാധ്യത കൂടുതലാണ്. എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നില്ല. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടി വരികയാണ് ലോകത്ത് ചെയ്യുന്നത്. പക്ഷെ അവിടെ സെലക്റ്റീവ് ആവും. നിങ്ങൾ ആരെ ചൂസ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഡീപ്പ് നോളജ് ഉള്ള, നല്ല സെൻസ് ഉള്ള, ഇതുമായിട്ട് കൂടുതൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക്കലി നല്ല കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിലായിരിക്കും പിന്നീട് കമ്പനികൾ ചോദിക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മളത് ചോദിച്ചു വരുന്നുണ്ട്. നമ്മളുടെ പ്ലേസ്മെൻറ്റ് ഡെസ്കിലേക്ക് വരുന്ന കോളുകൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നല്ല സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ടോ? വിച്ച് മീൻസ് ആൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മാർക്കറ്റിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ചോദിക്കുന്നുള്ളത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് നിങ്ങൾ പോവുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്യൂച്ചർ വളരെ വലുതാണ്. നമ്മൾക്ക് ഒരു അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ശരിക്കും ഇതിന് സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ AI വളർച്ച ഇതിൻ്റെ കൂടെ സംഭവിക്കുന്നു. ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് വളർച്ച വളരെ സംഭവിക്കുന്നുണ്ട്. അതിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നല്ല രീതിയിലുള്ള കോഴ്സുകൾ എടുക്കുക, അതും ലോങ് ടേം ആയിട്ടുള്ള കോഴ്സുകൾ എടുത്ത് പഠിച്ച് ഇതിലേക്ക് വരിക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു. ടെക് ടോക്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചത് റെയ്സ് കൂടാട്ട്. ഭാഗം 2. കേൾക്കാം റേഡിയോ CU. ഇനി കേട്ടറിയാം. Tech Talk. Let's tune into the world of technology. Technology.